ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈ ഫൈവിംഗ് ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. PSC വെബ്സൈറ്റിൽ പുതിയ PSC വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ നമുക്ക് 7 പോസ്റ്റസാണ് അവൈലബിൾ വന്നിട്ടുള്ളത്. ഏതെല്ലാം നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ള പോസ്റ്റ് 376/2025 കാറ്റഗറി നമ്പർ. കമ്പനി സെക്രട്ടറിയാണ് വന്നിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19th November 2025 വരെയാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 377/2025 ആണ്. ഡെപ്യൂട്ടി ഡയറക്ടറാണ് വന്നിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള VHSC ആണ്. ഇതും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19th November 2025 വരെയാണ്. എല്ലാതും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19th November 2025 വരെയാണ്. പിന്നെ വരുന്നത് 379/2025 ആണ്. ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 380/2025 അസിസ്റ്റന്റ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 382/2025 ആണ്. ജൂനിയർ അസിസ്റ്റന്റ് ഓർ കാഷ്യർ ഓർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 or LD ക്ലർക്ക് ഓർ ടൈം കീപ്പർ ഗ്രേഡ് 2 or സീനിയർ അസിസ്റ്റന്റ് എക്സെട്ര ആണ് വന്നിട്ടുള്ളത്. ഇത് കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഓർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എക്സെട്ര ആണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ള കാറ്റഗറി നമ്പർ 383/2025 ആണ്. ജൂനിയർ അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 or LD ക്ലർക്ക് ഓർ ക്ലർക്ക് ഓർ ഫീൽഡ് അസിസ്റ്റന്റ് ഓർ ഡെപ്പോ അസിസ്റ്റന്റ് എക്സെട്ര ആണ് വന്നിട്ടുള്ളത്. KSRTC ഓർ കേരള ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ് ഓർ കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC/ST ലിമിറ്റഡ് എക്സെട്ര ആണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 586/2024 ആണ്. കെയർടേക്കർ ഫീമെയിൽ ആണ് വന്നിട്ടുള്ളത്. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 20th October 2025 വരെയാണ്. അത് ശ്രദ്ധിക്കണം, 20th October 2025 വരെയാണ്. അപ്പോൾ ഇനി വന്നിട്ടുള്ളത് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA ആണ്. 6 പോസ്റ്റസാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത്. അതിലേതെല്ലാം നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 389/2025 ആണ്. അഗ്രികൾച്ചറൽ ഓഫീസറാണ് വന്നിട്ടുള്ളത്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. NCA ഫോർ വന്നിട്ടുള്ളത് SCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേഴ്സ് ടു ക്രിസ്ത്യാനിറ്റി ആണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 390/2025 ആണ്. അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ് പോളിടെക്നിക്സ് ആണ് വന്നിട്ടുള്ളത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. NCA ഫോർ വന്നിട്ടുള്ളത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. പിന്നെ വന്നിട്ടുള്ള കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 391/2025 ആണ്. മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. ഹെൽത്ത് സർവീസസ് ആണ് വന്നിട്ടുള്ളത്. NCA ഫോർ ഈയവ ഓർ തീയ ഓർ ബില്ലവയാണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 392/2025 ആണ്. മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ് വന്നിട്ടുള്ളത്. ഹെൽത്ത് സർവീസസ് ആണ്. NCA ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് കാറ്റഗറി നമ്പർ 393/2025 ആണ്. മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസ് ആണ്. NCA ഫോർ വരുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്കാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 394/2025 ആണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ്. NCA ഫോർ വരുന്നത് SCC ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേഴ്സ് ടു ക്രിസ്ത്യാനിറ്റി ആണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് ജനറലിൽ ട്രാൻസ്ഫർ ആണ്, അത് വേണ്ട. ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ടർ ജനറലിൽ നമുക്ക് 3 പോസ്റ്റസാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത്. അത് ഏതെല്ലാം നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള പോസ്റ്റ് 384/2025 ആണ്. ഹൈസ്കൂൾ ടീച്ചർ അറബിക് ആണ്. എഡ്യൂക്കേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റ്. സെലക്ഷൻ ഫോർ വരുന്നത് ഇടുക്കിയാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 386/2025 ആണ്. സിവിൽ എക്സസൈസ് ഓഫീസർ ഡ്രൈവറാണ് വന്നിട്ടുള്ളത്. കേരള എക്സസൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ്. സെലക്ഷൻ ഫോർ വരുന്നത് 14 ഡിസ്ട്രിക്റ്റും ഇത് അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 388/2025 ആണ്. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS ആണ് വന്നിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സെലക്ഷൻ ഫോർ വന്നിട്ടുള്ളത് വയനാടാണ്. പിന്നീട് ഡിസ്ട്രിക്ട് വൈസിൽ ഡയറക്റ്റ് NCAയിൽ 10 പോസ്റ്റസാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത്. അതെല്ലാം നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 405/2025 ആണ്. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു ആണ് വന്നിട്ടുള്ളത്.
എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. NCA ഫോർ വന്നിട്ടുള്ളത് ധീവരയാണ്. സെലക്ഷൻ ഫോർ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 406/2025 ആണ്. ഡ്രൈവർ ഗ്രേഡ് 2 HDV എക്സ് സർവീസ്മാൻ ഓൺലി ആണ്. NCC ഓർ സൈനിക് വെൽഫെയർ ആണ് വന്നിട്ടുള്ളത്. NCA ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. സെലക്ഷൻ ഫോർ വരുന്നത് കോട്ടയമാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 407/2025 ആണ്. ഡ്രൈവർ ഗ്രേഡ് 2 LDV ഡ്രൈവർ കം OA LDV ആണ് വന്നിട്ടുള്ളത്. വേരിയസ് ആണ്. NCA ഫോർ വന്നിട്ടുള്ള ഹിന്ദു നാദർ ആണ്. സെലക്ഷൻ ഫോർ വരുന്നത് ആലപ്പുഴയാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 408/2025 ആണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ്മാൻ ഓൺലി ആണ് വന്നിട്ടുള്ളത്. NCC ഓർ സൈനിക് വെൽഫെയർ ആണ്. NCA ഫോർ വന്നിട്ടുള്ളത് ഷെഡ്യൂൾഡ് ട്രൈബിനെയാണ്. സെലക്ഷൻ ഫോർ വരുന്നത് ആലപ്പുഴയാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 409/2025 ആണ്. ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എക്സ് സർവീസ്മാൻ ഓൺലി. NCC ഓർ സൈനിക് വെൽഫെയർ ആണ്. NCA ഫോർ സിയുക് നാദർ ആണ്. സെലക്ഷൻ ഫോർ വന്നിട്ടുള്ളത് എറണാകുളം പാലക്കാടുമാണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 410/2025 ആണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ്മാൻ ഓൺലി ആണ്. NCC ഓർ സൈനിക് വെൽഫെയർ ആണ്. NCA ഫോർ വന്നിട്ടുള്ളത് ഹിന്ദു നാദർ ആണ്. സെലക്ഷൻ ഫോർ വരുന്നത് തൃശ്ശൂരും പാലക്കാടുമാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 411/2025 ആണ്. വന്നിട്ടുള്ള പോസ്റ്റ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ്മാൻ ഓൺലി ആണ്. NCC ഓർ സൈനിക് വെൽഫെയർ ആണ്. NCA ഫോർ വരുന്നത് SC ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേഴ്സ് ടു ക്രിസ്ത്യാനിറ്റി ആണ്. സെലക്ഷൻ ഫോർ വരുന്നത് തൃശ്ശൂർ കോഴിക്കോടാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 412/2025 ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ്മാൻ ഓൺലി ആണ്. NCC ഓർ സൈനിക് വെൽഫെയർ ആണ്. NCA ഫോർ വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. സെലക്ഷൻ ഫോർ വരുന്നത് വയനാടാണ്. പിന്നെ വരുന്ന കാറ്റഗറി നമ്പർ 413/2025 ആണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ്മാൻ ഓൺലി ആണ്. NCC ഓർ സൈനിക് വെൽഫെയർ ആണ്. NCA ഫോർ വരുന്നത് മുസ്ലിം ആണ്. സെലക്ഷൻ ഫോർ വരുന്നത് വയനാടാണ്. അപ്പോൾ ഇത്രയുമാണ് PSC വെബ്സൈറ്റിൽ വന്നിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യതയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ഡൗട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.